പുരുഷ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ അത്യാധുനിക സൗകര്യങ്ങളോടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര. റൈറ്റ് വിഷന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലറിയാം. സ്പീഡ് ന്യൂസ്. ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് LSGD മുഖേന താൽക്കാലികാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. നിയമനം മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക്. MBBS TCMC രജിസ്ട്രേഷനാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ മാർച്ച് 12 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അസൽ രേഖകളുമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഹാജരാകണമെന്ന് അധികൃതർ. തോന്നൂർക്കര AUP സ്കൂളിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. ലോകരാജ്യങ്ങളിൽ നടമാടുന്ന യുദ്ധ ഭീകരതയ്ക്കെതിരെയാണ് റാലി നടത്തിയത്. അധ്യാപകർ, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ എന്നിവർ റാലിയിൽ അണിനിരന്നു. നല്ല പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളിൽ വിജയികളെയും തിരഞ്ഞെടുത്തു. കൈക്ക് വിറയലുമായി എത്തിയ യുവാവ് കുത്തിവയ്പിനെ തുടർന്ന് മരണപ്പെട്ടതായി പരാതി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ കാഞ്ഞിരക്കോട് മുല്ലയ്ക്കൽ 46 വയസ്സുള്ള നവീഷാണ് മരിച്ചത്. ചികിത്സാ പിഴവെന്നാരോപിച്ച കോൺഗ്രസ് രംഗത്ത്. കൈവിറയലുമായി ആശുപത്രിയിലെത്തിയ നവീഷിന് പെട്ടെന്ന് ഫിറ്റ്സ് വന്നതിനെ തുടർന്ന് അടിയന്തര ചികിത്സയായാണ് കുത്തിവയ്പെടുത്തതെന്നും പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നും ആശുപത്രി അധികൃതർ. കാഞ്ഞിരക്കോട് സെന്ററിലെ പെട്ടി ഓട്ടോ ഡ്രൈവറാണ് നവീഷ്. ചെറുതുരുത്തിയിൽ ജനജീവിതം ദുസ്സഹമാക്കി മാലിന്യ കൂമ്പാരം. പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ അധികാരികൾ. മാലിന്യങ്ങൾ ഉടനെ നീക്കം ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്ന മഴക്കാലത്ത് രോഗവ്യാപനം കൂടുമോ എന്ന ആശങ്കയിൽ ജനങ്ങൾ. സംഭവത്തിൽ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താമ്പൂല പ്രശ്ന പരിഹാര ക്രിയകൾ മാർച്ച് 10, 11, 12, 13 തീയതികളിൽ. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിവിധ ചടങ്ങുകളും നടക്കും. ചെറുതുരുത്തിയിൽ വർണ്ണക്കാഴ്ചയൊരുക്കി കാഴ്ചപ്പന്തലുകൾ. കോഴിമാംപറമ്പ് പൂരത്തിന് മുന്നോടിയായാണ് വിവിധ ദേശങ്ങളുടെ പന്തലുകൾ ഒരുങ്ങിയത്. പ്രസിദ്ധമായ കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം മാർച്ച് 7 ശനിയാഴ്ച. പൂരത്തോടനുബന്ധിച്ച വിവിധ ദേശങ്ങളുടെ ആനച്ചമയ പ്രദർശനവും നടന്നു. തിരുവല്ലോമല പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയിലെ വിദ്യാർത്ഥിനികൾക്ക് സർവകലാശാല റാങ്കുകളുടെ പൊൻതിളക്കം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നടത്തിയ MPharm അന്തിമ വർഷ പരീക്ഷയിൽ MPharm ഫാർമക്കോഗ്നോസി വിഭാഗത്തിലെ ശ്രീഷ്മ K. ബാബു 1ാം റാങ്കും P. അഫ്ര 3ാം റാങ്കും നേടി. വിദ്യാർത്ഥിനികളെ കോളേജ് മാനേജ്മെന്റും അധ്യാപകരും അഭിനന്ദിച്ചു. അക്കാദമിക് മികവിനൊപ്പം ഗവേഷണം, സാങ്കേതിക വിദ്യ, കലാകായിക മേഖലകളിൽ ശ്രദ്ധേയ പ്രകടനം തുടർന്ന നെഹ്റു കോളേജ്. ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ വർണ്ണാഭമായി. ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ നടന്നുവരുന്നത്. പരിപാടികൾ നടക്കുന്നത് സാംസ്കാരികം 2026 വേദിയിൽ. നിറഞ്ഞ കയ്യടിയോടെ ആസ്വദിച്ച ജനങ്ങൾ. നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. മുള്ളൂർക്കര, വരവൂർ, ദേശമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ സംരംഭകർക്കായാണ് ശില്പശാല. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ശില്പശാല നടന്നത് വരവൂർ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ. വരവൂർ തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ 8ാം കളം വേലാഘോഷം ഭക്തിസാന്ദ്രമായി. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകളും കലാപരിപാടികളും നടന്നു. ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. പെരിങ്ങന്നൂർ, വടക്കേ പെരുങ്കുന്ന, പറപ്പടിക്കൽ, തളി, വിരുട്ടാണം, കുന്നൻകാടൻ തുടങ്ങി നിരവധി ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വേല ആഘോഷിച്ചത്. ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മുനവ്വിറുൽ ഇസ്ലാം മദ്രസയ്ക്ക് അഭിമാന നേട്ടം. സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടത്തിയ പൊതുപരീക്ഷയിൽ മദ്രസ 100% വിജയം നേടി. 5, 7, 10, 12 ക്ലാസുകളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. 5ാം ക്ലാസ് പരീക്ഷയിൽ 3 പേർക്കും, 7ാം ക്ലാസ് പരീക്ഷയിൽ ഒരാൾക്കും, 10ാം ക്ലാസ്സിൽ 10 പേർക്കും, 12ാം ക്ലാസ്സിൽ ഒരാൾക്കും ഡിസ്റ്റിങ്ഷൻ.
ഇറാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എളനാട്ടിൽ നൈറ്റ് മാർച്ച്. അമേരിക്ക ഇസ്രായേൽ രക്തക്കൊതിയന്മാർ തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികൾ അന്യായമായി ഇറാനെ ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുതുരുത്തി ഫ്രണ്ട്സ് കനാൽ സിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. 10 വർഷത്തിലധികമായി ഫ്രണ്ട്സ് കനാൽ സിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ നടത്തിവരുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് കനാൽ സിറ്റി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റിന് ഭരണസമിതി അംഗീകാരം. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ്. അവതരിപ്പിച്ചത് 50,22,65,697 രൂപ വരവും 49,46,97,848 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു ബജറ്റ് അവതരണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭയുടെ ബജറ്റ് കൌൺസിൽ യോഗം അംഗീകരിച്ചു. 163.12 കോടി രൂപ വരവും 122.73 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിനാണ് അംഗീകാരം. അവതരിപ്പിച്ചത് നഗരസഭയുടെ 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തെ മതിപ്പ് ബജറ്റും. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ ബജറ്റ് അവതരണം നടത്തി. മുണ്ടത്തിക്കോട് DVLP സ്കൂളിന്റെ 93-ാം വാർഷികാഘോഷത്തിന് സംഗീതാർച്ചനയോടെ തുടക്കം. വാർഷികത്തിന് പകിട്ടേകാൻ വിവിധ കലാപരിപാടികളും. വാർഷികത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിക്കും. അതോടനുബന്ധിച്ച് സ്കൂളിൽ നിർമ്മിച്ച മിനി പാർക്ക് തുറന്നുകൊടുക്കും. ഷൊർണൂർ ചെറുകിട ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഗ്രീൻ മൂവ്മെന്റ്. മാർച്ച് ഭാരതപ്പുഴയെ ഒഴുകാൻ അനുവദിക്കുക, ഷൊർണൂർ ചെറുതുരുത്തി തടയണ നദിയിലേക്ക് ലോറികളും യന്ത്രങ്ങളും ഇറക്കിയിട്ടുള്ള മണൽ ഖനനം, മണലൂറ്റി പുഴ മലിനപ്പെടുത്തുന്നത്, പുഴയിൽ റോഡ് പാർക്കുകളും മറ്റും നിർമ്മിക്കുന്നത് എന്നിവ അവസാനിപ്പിക്കുക, പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പുഴ തീരത്ത് കരിങ്കല്ല് ഭിത്തി കെട്ടി ഉറവകൾ തടയരുത്, നദീ സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുക, പുറമ്പോക്കുകളിൽ ജലജന്യ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശാന്തിതീരം ശ്മശാനത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ജലസേചന വകുപ്പ് ഓഫീസിന് മുൻവശത്ത് സമാപിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിക്കെതിരെ ആഞ്ഞടിച്ച BJP. വികസനത്തിന്റെ സർവ്വമേഖലകളിലും MLA വൻ ദുരന്തമെന്നും കഴിഞ്ഞ 5 വർഷക്കാലമായി നിയോജക മണ്ഡലത്തിന്റെ പുരോഗതിക്കായി കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെന്നും ആരോപിച്ച BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ചുടുവാലത്തൂർ മേഖലയിൽ ഒപ്പുശേഖരണം നടത്തി. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. MLAക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനായാണ് ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചത്. നിയോജക മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിലൊന്നും MLAക്ക് ഇടപെടാൻ കഴിഞ്ഞില്ലെന്നും BJPയുടെ കുറ്റപ്പെടുത്തൽ. NDA തൃത്താല മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ജില്ലയിൽ നേരത്തെ സന്ദർശനം നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിന്റെ കോപ്പി കത്തിച്ച പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കൂറ്റനാട് SBI ഓഫീസിലേക്ക് കർഷകരുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. കേരളത്തിലെ നെൽകൃഷിയെയും നെൽകർഷകരെയും ഗുരുതരമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.